ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ ലാലേട്ടന് അനുമോദനവും ആ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ലാലേട്ടന് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അനുമോളുടെ ദിവസമായിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാ വീക്കെൻഡിലും വന്നിട്ട് അനുമോളെ വറുക്കുന്നതും പൊരിക്കുന്നതും ഒക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ലാലേട്ടൻ അനുമോളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും വഴക്ക് പറഞ്ഞ് പോകുന്നതാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് സന്തോഷിക്കാൻ ഒരുപാടുണ്ട്. കാര്യം പറഞ്ഞാൽ ആ ടാസ്കിൽ ഓവർ സ്ട്രിക്റ്റ് ആയതിന് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ പറഞ്ഞിരുന്നു കേട്ടോ. അനുമോൾ ആ ക്യാരക്ടർ ഇത് നന്നായിട്ട് ചെയ്തു. പക്ഷേ അതൊരു ടാസ്ക്കാണ്. അത് യഥാർത്ഥ കമ്പനി പുറത്തേ ഉള്ള പോലെ എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ ഇതുള്ള കമ്പനിയല്ല. അവിടെ അത്രയും സ്ട്രിക്റ്റ് ആവേണ്ടതില്ല. ഓണേഴ്സ് തന്നെയാണ് നിന്ന് പാക്ക് ചെയ്യുന്നത്. ശരിയായ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ചളിങ്ങിയൊക്കെയാണ് വീട്ടിൽ കിട്ടുന്നത് എന്നൊക്കെ ഉള്ള കാര്യം അനുമോളങ്ങ് വിട്ടുപോയി. അനുമോൾ ശരിക്കും ജീവിക്കുകയായിരുന്നു ആ ക്യാരക്ടറായിട്ട്. പക്ഷേ ആ ടാസ്കിന് അത്രയും സ്ട്രിക്റ്റ് ഗുണം ചെയ്തില്ല. അത് പറഞ്ഞു. പക്ഷേ അതും അത്ര ഫയർ ചെയ്തൊന്നുമല്ല പറഞ്ഞത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യമുണ്ടല്ലോ, അനുമോളുടെ ആ നിഷ്കളങ്കത ശരിക്കും പറഞ്ഞ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണാനുണ്ടായിരുന്നു. അനുമോൾ ശരിക്കും എത്ര ഇന്നസെൻ്റ് ആയിട്ടാണ് ആ കുട്ടി ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചും ആ കുട്ടിയുടെ ആഗ്രഹത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ലാലേട്ടനും അതേ സ്പിരിറ്റിൽ തന്നെയാണ് കേട്ടോ അതെടുത്തത്. അങ്ങനെ അവസാനം ലാലേട്ടനെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചു അനുമോൾ. അതാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഒരു ആഗ്രഹമല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കത് നിസ്സാരമായിട്ട് തോന്നും, ചിലപ്പോൾ ഒരു ക്രിഞ്ചായിട്ട് തോന്നും, ചിലപ്പോൾ ഇതെന്താ കുട്ടി ഇങ്ങനെയെന്നൊക്കെ പലർക്കും പല അഭിപ്രായം. പക്ഷേ എനിക്ക് നല്ല പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ലാലേട്ടനെ പോലെയുള്ള ഒരാൾ ആരാണ് ചെറുപ്പത്തിൽ നമ്മൾ വെള്ളിത്തിരി ലാലേട്ടൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ പല കാണുമ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ കളിയായിട്ടും തമാശയായിട്ടും കാര്യമായിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളാണ് ലാലേട്ടനെ പോലെയുള്ള ഒരാളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ലാലേട്ടനാകട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വരുമ്പോൾ അതും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പം അതൊക്കെ അവരുടെ ആ ഒരു നല്ല ഓർമ്മകളാണ്. അപ്പം അതിനെ ലാലേട്ടൻ അതേ ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളുകയും അത് ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇത്രയും ദിവസം ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഫയറിങ് കേട്ടിട്ട് ആ കുട്ടിക്ക് കിട്ടിയ അതിനുള്ളൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? എപ്പിസോഡിൽ ഭയങ്കര വലുതായിട്ട് ലാലേട്ടൻ ആരെയും ഫയർ ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടാസ്ക് കുളമൊക്കെ ടാസ്ക് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കും കിട്ടരുത് എന്ന് വിചാരിച്ചവരെ കുറിച്ച് പ്രൊമോ വന്നപ്പോൾ അനീഷ് മാത്രമാണ് അങ്ങനെ വിചാരിച്ചതെന്ന് പറഞ്ഞ ചിലരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അനീഷ് ശരിക്കും വിചാരിച്ചത് ടാസ്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അനീഷ് ആഗ്രഹിച്ചത്. അത് മുമ്പോട്ട് പോകാൻ ഒരു തരത്തിലും സാധിക്കുന്നില്ലെന്ന് വന്നപ്പോൾ പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടാസ്ക് കുളമാക്കണം എന്ന് വിചാരിച്ചവർ ഒന്നില്ലേ അഭിലാഷ് അവരൊക്കെ ആദ്യമേ ഡേർട്ടി ഗെയിംസാണ് കളിച്ചത്. പിന്നെ അക്ബർ ആദ്യത്തെ ദിവസം എല്ലാവരും ആദില നൂറ അവരെല്ലാവരും ബിന്നി അവരെ കൊണ്ട് പറ്റുന്ന പോലെ ബോട്ടിലുകൾ നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ സംസാരിച്ചു. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ അവരവരുടെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ അത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണാതെ ആര്യൻ നല്ല രീതിയിൽ മിടുക്കനായിട്ട് കളിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആര്യൻ ആദ്യം തന്നെ ടാസ്ക് കുളമാക്കുമെന്ന് പറഞ്ഞതൊക്കെ ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്. ആര്യൻ ആദ്യം അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടിയുണ്ടെങ്കിലും പിന്നെ സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചത് സമ്മതിച്ചു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ ആദിലയ്ക്ക് എന്താ പറയുക ഇമ്മ്യൂണിറ്റി കിട്ടാൻ ഇടയാവുന്നൊരു ടാസ്ക് അവർക്ക് കൊടുത്ത് ആദിലേനെ അവർ സെലക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഇന്നലെയാണ് റൈറ്റായിട്ട് ഒരു കാര്യം ചെയ്തതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പക്ഷഭേദമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര ഇതാണല്ലേ. അവിടെ ഷാനവാസ് അനീഷ് ഒക്കെ നല്ല ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ ഷാനവാസ് അനീഷും തമ്മിലൊരു ബോണ്ടുണ്ട്. അതുപോലെ തന്നെ അനീഷ് അനുമോള് തമ്മിലൊരു ബോണ്ടുണ്ട്. അനീഷിന് ആദിലയോട് പ്രശ്നമില്ല. അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അനീഷ് ആദില ചെയ്തൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. ആദിലയും അങ്ങോട്ടേക്ക് പറഞ്ഞ് അവർ തമ്മിൽ കോംപ്രമൈസൊക്കെ ആയി നല്ല ഫ്രണ്ടായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി. നൂറയുടെയും തെറ്റ് തന്നെ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ആയിരുന്നിട്ട് കൂടി അനീഷ് ഉണ്ടല്ലോ
ഈ ഒരു വിഷയത്തിൽ, അതായത് അവർ ഗ്രൂപ്പായിട്ട് അതിലേക്ക് തിരഞ്ഞെടുത്തത്, അതിനെക്കുറിച്ച് ലാലേട്ടൻ ആ ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അനീഷ് കൃത്യമായിട്ട് അനീഷിൻ്റെ നിലപാട് അവിടെ പറയാണ്. അവിടെ ഷാനവാസ് തൻ്റെ ഫ്രണ്ടാണെന്നോ ആതിരയൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം കോംപ്രമൈസ് ആയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ കാര്യം പറയണ്ട എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനീഷ് നോക്കിയില്ല. അതാണ് പറയുന്നത്. അനീഷ് എപ്പോഴും ശരിക്കും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് നിൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷാനവാസൊക്കെ ആയിട്ട് ഒരു ചെറിയ ബോണ്ട് ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമല്ലേ, ഒരു വീട്ടിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചിലരോടൊക്കെ ചില സൗഹൃദങ്ങളും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അത് സൗഹൃദമാണ്, അതിൽ അനീഷ് വെള്ളം ചേർക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഗെയിമിലേക്ക് ആ സൗഹൃദത്തെ ഒരിക്കലും അനീഷ് എടുക്കില്ലെന്ന് ഇന്നലെ ഉറപ്പായി. കാരണം ഇനിയിപ്പം ഇതിന് ശേഷം ഹൗസിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെ ചൊല്ലി എന്തെങ്കിലും അനീഷ് നന്മമരം കളിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കത്. പക്ഷേ അനീഷ് എന്നും ഇത്രയും കാലം കണ്ടതിൽ അനീഷ് എന്നും സ്വന്തം നിലപാട് ഉറച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേറ്റ് ചെയ്തതും അനുവിനെയാണ് ഫേവററ്റിസം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനീഷിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അതാണ് ഇന്നലത്തെ ശരിക്കും പറഞ്ഞാൽ അനീഷ് അതായത് ലാലേട്ടൻ അത് ഞങ്ങൾക്കും തോന്നിയെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ അവിടെ അടങ്ങിയതാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അനീഷ് പറയുമ്പം അവരത് ടാക്കിൾ ചെയ്ത് അല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയേനെ. പക്ഷേ ലാലേട്ടനും ആ ഒരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂവിനും അത് തന്നെയാണ് അഭിപ്രായം എന്ന് കേട്ടപ്പോൾ ശരിക്കും അവരവിടെ തരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്പൈക്കുട്ടിന് തന്നെ ആ ഇമ്മ്യൂണിറ്റി കിട്ടി. എന്തൊക്കെയാണല്ലേ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ചോദിക്കണമെന്ന്. അനീഷിനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത കാര്യമൊന്നും ഉറപ്പായിട്ടും ബേബി പുറത്ത് വിടാത്തതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും അനീഷും ആദിലും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് ചോദിക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ജിസലിൻ്റെ ആര്യൻ്റെയും കാര്യം, അനുമോൾ അത് എത്ര നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് അത് പറഞ്ഞു വരുന്നു. അനുമോളോട് ഇന്നലെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനുമോൾ കൊടുത്ത അതിൻ്റെ ഉത്തരവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതാരും അംഗീകരിച്ചില്ല. എന്നെ നിങ്ങൾ ഫയർ ചെയ്ത് വഴക്ക് പറഞ്ഞു. ഇപ്പം ഞാനത് ശ്രദ്ധിക്കാറേയില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ആ മറുപടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശരിയാണ്, അനുമോൾ പറഞ്ഞാണ് ശരിയെന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ജിസലും ആര്യനും ഇവർ ഗോസിപ്പ് പറയുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അത് തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ലാലേട്ടൻ അത് കാണിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ എന്ന് ഇൻഡിവിജ്വലായിട്ട് കളിച്ചാലേ ഞങ്ങൾ രണ്ടുപേരും സ്ട്രോങ് പ്ലേയേഴ്സാണ്. കാരണം ജിസയിലൊക്കെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്, ആര്യന് നല്ല രീതിയിൽ കളിക്കാൻ കപ്പാസിറ്റി. രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഈ രീതിയിൽ കളിക്കാതെ കുറച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരാൻ പറ്റുന്ന കണ്ടസ്റ്റൻസാണ്. അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്ന് ജിഷിനും അഭിലാഷുമാണ് പുറത്ത് പോകുന്നതെന്ന് പറയുന്നു. വോട്ടിങ്ങിൽ താഴെയായിരുന്നു അഭിലാഷ്. സാബുമാൻ ജിഷിനേക്കാളും താഴെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാബുമാൻ എന്തോ വോട്ട് കിട്ടി. പക്ഷേ ജിഷിൻ അൺഫെയർ എവിഷൻ എന്നൊക്കെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ജിഷിൻ നോമിനേഷനിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ഒരാഴ്ച വന്നതല്ലാതെ പിന്നെ അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ച ജിഷിൻ സേവ്ഡ് ആയിരുന്നു. അപ്പം ജിഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ടാകാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നും ജിഷിൻ അവിടെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് ജിഷിനേക്കാൾ ഇഷ്ടപ്പെട്ട ആളുകൾ ഈ പാനലിൽ ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം ഈ നോൺ വെച്ചെടുത്ത് വെജ് വെച്ചാലും ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സത്യത്തിൽ അതൊരു ബോറായിട്ട് തോന്നി. കാരണം അത് സ്വന്തം വീട്ടിലല്ലേ പറ്റൂ, ബിഗ് ബോസ് ഹൗസിൽ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് അത് പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഈ പ്രാവശ്യം നോമിനേഷനിൽ ഇട്ടത്. അങ്ങനെ തന്നെ ജിഷിൻ പുറത്തു പോവുകയും ചെയ്യുന്നു. സാബുമോൻ ആയിരുന്നു ജിഷിൻ സാബുമോനേക്കാൾ ഭേദമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിലൊക്കെ പോകേണ്ടവരൊക്കെ തന്നെയാണ് ഇവരൊക്കെ. അപ്പം പിന്നെ അതെനിക്ക് അത്ര അൺഫെയർ ആയിട്ടൊന്നും തോന്നിയില്ല. എന്നാലും സാബുമോൻ പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. നോക്കാം, നമുക്ക് അവർ തന്നെയാണോ എന്ന് അറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ പറയുന്ന കേട്ടതാണ് കേട്ടോ. ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംസാരിക്കണതെന്ന് നോക്കാം. എന്തായാലും സ്പൈക്കുട്ടൻ വന്നൊക്കെയാണ് എമിഷൻ നടത്തുന്നത് കണ്ടു. നമുക്ക് നോക്കാം അല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.